മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. അതെന്ത് തെറ്റ്? ഇനിയും ആ തെറ്റ് തുടർന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും നടന്റെ പേരെടുത്തു പറയാതെ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. ലിസ്റ്റിൻ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കുവാണ്. അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. താങ്ക് യു. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ആകെ സസ്പെൻസ് ആണല്ലോ ലിസ്റ്റിൻ സ്റ്റീഫന്റെ സിനിമയെ പോലെ. ഏത് നടൻ, ഏത് തെറ്റ്? അതുതന്നെയാണ് അരുൺകുമാർ. നടൻ ആരാണെന്നോ എന്താണ് ചെയ്തത് തെറ്റ് എന്നോ ഒന്നും തന്നെ വ്യക്തമാക്കാതെ വെളിപ്പെടുത്താതെയാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇന്നലെ ദിലീപിൻ്റെ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് ചടങ്ങിനിടെ കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിലാണ് അപ്രതീക്ഷിതമായി ലിസ്റ്റിൻ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. താൻ പറയുന്നത് പറയുന്ന നടൻ കേൾക്കും, അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലാവും, എത്രയും പെട്ടെന്ന് ആ നടൻ ആ തെറ്റ് തിരുത്തണം, ഒരു വലിയ മാലപ്പടക്കത്തിനാണ് ആ നടൻ തിരികൊളുത്തിയിട്ടുള്ളത് എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നുണ്ട്. എന്തായാലും അതിൽ കൂടുതൽ വ്യക്തത വരുത്താനോ അതിൽ കൂടുതൽ വിശദീകരിക്കാനോ ലിസ്റ്റിൻ തയ്യാറായിട്ടില്ല. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രധാന നടൻ, ഒരു പ്രമുഖ നടൻ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്ഥിരമായി വരാതിരിക്കുകയും അത്തരത്തിൽ ഷൂട്ടിംഗ് മുടങ്ങുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ വിശദീകരിക്കുന്നില്ല. നേരത്തെ ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ പ്രതികരണം വന്നതിന് പിന്നാലെ വലിയ ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നടക്കുന്നത്. പ്രത്യേകിച്ച് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ലഹരി ഉപയോഗം, അതോടൊപ്പം തന്നെ മറ്റ് പല വിവാദ വിഷയങ്ങൾ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിനിടയിലാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ വളരെ പ്രശസ്തനായ ഒരു നിർമ്മാതാവ് കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത്. സ്വാഭാവികമായും ആളുകൾ പല പേരുകളിലേക്ക് എത്തുന്നു, പല വിവാദങ്ങളിലേക്ക് എത്തുന്നു, പല കാരണങ്ങളിലേക്ക് എത്തുന്നു. പക്ഷേ അതൊന്നും തന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ സ്ഥിരീകരിക്കുന്നില്ല. ആ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറാകുന്നുമില്ല. എന്തായാലും സിനിമാ ലോകവും സിനിമാ പ്രേക്ഷകരും ഒക്കെ തന്നെ വലിയ തോതിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രധാനപ്പെട്ട നടൻ അഭിനയിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിൽ തുടർച്ചയായി ഏതാണ്ട് 10 ദിവസത്തോളം വരാതിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ തുടർ വിവാദങ്ങൾ അല്ലെങ്കിൽ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണാം. അനുകുമാർ, ഇപ്പോഴും സസ്പെൻസിൽ തന്നെ തുടരുകയാണ്. ഒരു പിടിയും കിട്ടുന്നില്ല ഏത് നടനെക്കുറിച്ചാണ്, എന്താണ്. വേണമെങ്കിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ വ്യാഖ്യാനങ്ങൾക്കൊന്നും നമ്മൾ പോകുന്നില്ല. ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ പറയട്ടെ എന്നുള്ളതാണ് നമ്മളിപ്പോഴും കരുതുന്നത്. ഒരു നടൻ ഒരു വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട്. അതിപ്പോൾ തിരുത്തിയില്ലെങ്കിൽ അത് വീണ്ടും എന്താണാവോ ഇനി ആ തെറ്റ്? എന്താ ആവട്ടെ.